അസ്സലാമു അലൈക്കും. റാഫി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കുടുംബ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫിലോസാൻ മരമാണ്. അത് നിറച്ച് പൂത്തിട്ടുണ്ട്. ഒരു 4ാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പം കായ്ക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സഹോദരൻ 3 മാസത്തിന് മുമ്പേ എനിക്കൊരു ബഡ് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് വേര് നമുക്കിപ്പം കാണാൻ വയ്യ, ഉണ്ടോ, കംപ്ലീറ്റ് വരിഞ്ഞ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം, അതിൽ വേര് വന്നിട്ടുണ്ടാന്ന്. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേര് വന്നാന്ന് നമുക്കിനി നോക്കിയാലേ അറിയാവുക. അതിന് നിറച്ച് പൂവാണ് ഉണ്ട്. എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നമുക്കറിയില്ല. വേര് വന്നാലേ നമ്മത് കിളുത്ത് കിട്ടുകയുള്ളൂ. ഇവിടെ ആ ഇതാ വേര് വന്നു കേട്ടാ. സൂപ്പർ. കൈയൊന്ന് മാറ്റിയേ, കൈയൊന്ന് മാറ്റിയേ. അതാ വേണ്ട നേരെ വേണ്ട. അപ്പോൾ ഇതൊന്ന് അഴിച്ച് കംപ്ലീറ്റ് അഴിച്ചിട്ട് കാണിച്ചു തരാം. ഹലോ, നന്നായിട്ട് ഇതാ വേര് വന്നു കേട്ടാ. വളരെ സന്തോഷം. ഇവൻ നട്ട് നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കട്ടെ, നടുന്നത് കാണിക്കാം. അപ്പോൾ ഇത് സൂഡോമോണോസ് ഞാനിതാ 1.5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനെ ഒന്ന് മുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് നടണം. ഇത് മണ്ണ്, ചാണകപ്പൊടി, മണ്ണ്, ഇത് മണൽ. പിന്നെ ഇപ്പോൾ തൽക്കാലം വളമൊന്നും ഇടുന്നില്ല. ചകിരി ചോറ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം മണലിട്ടിരിക്കുന്നതുകൊണ്ട്. തൈയൊന്ന് നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നത്. ചെടിയൊന്ന് വലുതായതിന് ശേഷം നമ്മൾ ഈ ഡ്രമ്മിൽ നടാം. രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത് നമുക്ക് നടാം. ഒരു ഗ്രോ ബാഗിലാണ് നമ്മളിത് നിറയ്ക്കുന്നത്. ചാണകപ്പൊടിയും മണലും ഒരൽപ്പം മണ്ണും, പിന്നീട് വളമെല്ലാം ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. ചെടി നമുക്കൊന്ന് നടാം ഇതിൽ. ചിലപ്പോൾ ഈ പൂക്കളെല്ലാം തൊഴിഞ്ഞു പോകും, എന്നാലും വേണ്ടിയില്ല. ഒരു ഫിലോസാൻ തൈക്ക് നമുക്കിപ്പോൾ 2000 രൂപയൊക്കെയാണ് കൊടുക്കേണ്ടത്, നല്ല ഒരു തൈക്ക്. ഫിലോസാൻ എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ്റെ വേറൊരു ഇനം. കറുത്ത കളറാണ് പഴുക്കുമ്പം നല്ല കറുത്ത കളറാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. റംബൂട്ടാൻ്റെ ടേസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ 3/4 ഭാഗം ഗ്രോ ബാഗിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. വളം ഇനിയിപ്പം കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ച് കിട്ടട്ടെ. അപ്പോൾ ഈ വെള്ളം തന്നെ നമ്മളതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സൂഡോമോണസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫംഗസ് എല്ലാം ഉണ്ടെങ്കിൽ പോവും, പിന്നെ ചെടി ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിത് ഒരു 20 ദിവസം, നമ്മൾ 20-25 ദിവസം നമുക്കൊന്ന് തണലത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെയിലത്ത് വയ്ക്കാം.